ഹലോ മൈകേഷ്. അപ്പൊ അടുത്ത നമ്മളെ മലപ്പുറം മോട്ടോഴ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്കാട്ടോ. ഇന്നലെ ഒരു കുറച്ച് വീഡിയോ ചെയ്തിന്. അത് മൈക്കിന്റെ സൗണ്ട് പ്രശ്നമാകൊണ്ട് നമ്മള് പിന്നെ പബ്ലിക്കായിട്ട് ഇട്ടിട്ടില്ല. കുറച്ചു നേരം ഇട്ടേക്കിന് തന്നെ അത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പുതിയ മൈക്കൊക്കെ വാങ്ങിയാൽ ഒരു അടിപൊളി പുതിയ വണ്ടികൾ കുറെ കയറിയിട്ടുണ്ട്. അപ്പൊ അത് പരിചയപ്പെടുത്താനും അതിന്റെ കൂടെ നമ്മളെ പഴയ വണ്ടികളും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ രണ്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യണത്. ഒരു വീഡിയോയിൽ ഒരു 10-20-25 വണ്ടികൾ, സെക്കൻഡ് പാർട്ട് ആയിട്ട് അപ്പുറത്ത് യാർഡിന്ന് രണ്ട് വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ പുതിയ പുതിയ വണ്ടികൾ വന്നത്, കഴിഞ്ഞ വീഡിയോയിലൊന്നും ഇല്ലാത്ത കുറെ വണ്ടികൾ വന്നിട്ടുണ്ട്, കയറിയിട്ടുണ്ട്. ചെറിയ വണ്ടികളും ഫുൾ ഓണിലും പിന്നെ ₹1 ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ ഇറക്കാൻ പറ്റിയ വണ്ടികള്, അതേമാതിരി കുറഞ്ഞ 1-1.25 50-55 റേഞ്ചിലുള്ള വണ്ടികൾ, ഏത് വണ്ടി വേണമെങ്കിലും ഉണ്ട്. 2-3-4 നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷന്, കാറ്റലോഗ് ഒക്കെ നമ്മൾ വിട്ടുതരും. പിന്നെ ഒരാൾക്ക് വിളിക്കുമ്പോ തന്നെ കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ 2-3 നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ ആർക്കെങ്കിലും ഒക്കെ വിളിച്ചാല് നമ്മളെ ലൊക്കേഷന്, കാറ്റലോഗ്, ഫോട്ടോ, ഡീറ്റെയിൽ ഒക്കെ തരും കേട്ടോ. നല്ലൊരു അടിപൊളി വീഡിയോ കാരണം. അപ്പൊ ആരേലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമ്മളെ നേരിട്ട് എല്ലാ വീഡിയോ ചെയ്യണേ നിങ്ങൾക്ക് അപ്പക്കപ്പളേ കിട്ടും കേട്ടോ. പിന്നെ അതേമാതിരി ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് പ്രത്യേകം മറക്കണ്ട. നല്ല അടിപൊളി വീഡിയോ കാര്യങ്ങൾക്ക് 100% ഇഷ്ടപ്പെടും. നമ്മൾ ഫസ്റ്റ് പരിചയപ്പെടുത്താൻ പോണ നല്ലൊരു കിടിലം ബൊലീനോ കേട്ടോ. അതും ഫുൾ ഓണില് ₹1 ഡൗൺ പേയ്മെന്റ് മുടക്കാതെ 6 ലക്ഷം റുപ്യൊക്കെ പിന്നെ മാർക്കറ്റിലെ ഫുൾ ഓപ്ഷൻ മാലേവിയില് ബട്ടൺ സ്റ്റാർട്ടിംഗ് ഒക്കെ വരുന്ന അൽഫ മോഡല് 2017 സിംഗിൾ ഓണർ, റീപ്ലേസ് കാര്യമൊന്നുമില്ല, കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള ഒരു ബലീന ഫുള്ളോട് വണ്ടി നമുക്ക് 4,85,000 രൂപക്ക് കൊടുക്കട്ടോ. 2017 ഇന്റീരിയലൊക്കെ പറഞ്ഞാൽ നല്ല പക്ക വണ്ടി കേട്ടോ. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടയറ് കാര്യമൊക്കെ ഒരു 90% ടയർ, 80% ടയറ് കാര്യമൊക്കെ ഉണ്ട്. നല്ല ഹൈ ക്വാളിറ്റി ബൊലേനോ പെട്രോൾ ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ രണ്ട് വണ്ടിയാണ് നമ്മൾ ഓഫർ കൊടുക്കുന്നത്. ഇതേമാറ്റം ഡീസലും ഉണ്ട്, അത് അടുത്ത വണ്ടിയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പൊ രണ്ട് ബൊലേനോ ഡീസലോ പെട്രോളോ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഓഫർ പ്രൈസിന് നല്ല കിടിലം ബട്ടൺ ഷട്ടിങ് കാര്യങ്ങളൊക്കെ എല്ലാ വണ്ടി കേട്ടോ. സ്റ്റാരിങ് കൺട്രോൾ വരും, 4 ഡോർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്, ബട്ടൺ ഷട്ടിങ്, കമ്പനി സ്റ്റീരിയോ, സ്റ്റാരിങ് കൺട്രോൾ ഒക്കെ വരുന്ന ഫുള്ളോട് നല്ല അടിപൊളി സീറ്റ് കവർ കാര്യമൊക്കെ. സിംഗിൾ ഓണർ വണ്ടി, 2017 അൽഫ വണ്ടി. നമ്മൾ എവിടെയും ദുനിയാവിൽ കിട്ടാത്തൊരു വിലക്കാ കൊടുക്കണം. നിങ്ങൾ എവിടെ വേണമെങ്കിലും അന്വേഷിച്ചോളി. ഒരു 2015-16 ഷിഫ്റ്റിന്റെ വിലക്കാണ് നമ്മൾ ഇത് കൊടുക്കണേ. 4,85,000 രൂപ, 5.5 ലക്ഷം റുപ്യൊക്കെ ബാങ്ക് ലോൺ ചെയ്ത് കൊടുക്കട്ടെ ഈ വണ്ടി. അതേപോലെ തന്നെ അടുത്ത ഡീസലാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. 2017 മോഡൽ തന്നെ ഡീസൽ അൽഫാണ്. അൽഫ പറഞ്ഞത് ഡീസൽ ന്യൂ മോഡൽ കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. ഒരു 2019 മോഡൽ കൺവേർട്ട് ചെയ്ത വണ്ടിയാണ്. അലോവീൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. ഒരേ മാറ്റ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. രണ്ട് വണ്ടി ഒരേ സീറ്റ്, ഒരേ മോഡൽ. അന്നൊക്കെ ഈ മോഡലാണ് കമ്പനി തന്നെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ. ആൻഡ്രോയിഡ് സെറ്റ് കാര്യമൊക്കെ, ബട്ടൺ സ്റ്റാർട്ടിങ്, സ്റ്റാരിങ് കൺട്രോളും ഒക്കെ വരുന്ന അൽഫ തന്നെയാണ് ഇതും. ഇത് ഡീസലാന്നുള്ളൂ, ഫുൾ ഓപ്ഷൻ ഡീസൽ വരുന്ന വണ്ടി. ടയറ് കാര്യമൊക്കെ 70% ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഇന്റീരിയർ. ഇത് വേറൊരു നീലാണ്, ഇതൊരു കടും നീല, മറ്റൊരു ഇളം നീല. ഇളം നീല പെട്രോളാണ്, കടും നീല ഡീസലാണ്. അൽഫ തന്നെയാണ്. ഫുൾ ഓപ്ഷൻ ബാക്ക് വൈപ്പർ കാര്യമൊക്കെ. ഇത് നമുക്ക് സെയിം വില കൊടുക്കട്ടോ, 4,85,000 രൂപക്ക്. ഒരു 6 റുപ്യൊക്കെ ഡീസൽ മാർക്കറ്റ് ഉണ്ട്, നിങ്ങളെ അന്വേഷിച്ചോളി. സിംഗിൾ ഓണറാണ്, കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടി, റീപ്ലേസ് കാര്യമൊന്നുമില്ല. ഫുള്ള് ലോൺ കൊടുക്കട്ടെ. ഇതൊക്കെ ഒരു 5 റുപ്യ വേണമെങ്കിൽ നമുക്ക് ബാങ്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റിയ വണ്ടി കേട്ടോ. നല്ല അടിപൊളി സ്പേസ് കാര്യമൊക്കെ ഉള്ള വണ്ടിയാണ്. 2017 അൽഫ ഡീസൽ, ബട്ടൺ സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി. 4,85,000 രൂപക്ക് ഡീസൽ കൊടുക്കാം. പെട്രോൾ വണ്ടികൾക്ക് പെട്രോളും കൊടുക്കാം. ഓക്കെ, രണ്ടും ഫുൾ ഓൺ ആട്ടോ. ഒരു പൈസ മുടക്കാതെ ഫുൾ ഓണിൽ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് രണ്ട് വണ്ടി കേട്ടോ. ഓക്കെ, അത് ഓക്കെ ആക്കാഞ്ഞ്. അടുത്ത സാധാരണക്കാരൊരു ചെറുവണ്ടി ആട്ടോ. നല്ല കിഡിലെ ഒരു ഐറ്റന് മാഗ്ന ഓപ്ഷൻ ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ നല്ല വണ്ടി കൊണ്ടുപോയിക്കോളി. ഡിക്കി സ്പോയിലർ, തട്ട് കാര്യങ്ങളൊക്കെ വരുന്ന നല്ലൊരു കിഡിലും ഐറ്റന് മാഗ്ന ഓപ്ഷനാണ്. ഐറ്റം മാഗ്ന. ഇത് 1.2 ആണ്, കാപ്പ് ഇഞ്ചന് കാര്യമൊക്കെ വരുന്ന, മൈലേജിലെ ഇഞ്ചനും വരുന്ന, പുതിയ 30 വരെ പേപ്പർ കാര്യങ്ങളൊക്കെ എടുത്ത നല്ലൊരു കിഡിലും. ആരെങ്കിലും ഐറ്റന് ചെറിയ വിലക്ക് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളി. നല്ലൊരു വണ്ടി കേട്ടോ, ചെറിയ വിലക്ക് കൊടുക്കാതെ. 2030 വരെ പേപ്പറാണ് തോന്നുന്നത്. ഒരൊറ്റ മിനിറ്റ്, ഇതിൽ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരൊറ്റ മിനിറ്റ് നോക്കി തരട്ടോ.
എന്നിട്ട് അത് 2030 സെപ്റ്റംബർ വരെ പേപ്പറും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇനി എടുക്കുന്നവർക്ക് ഒരു 5 കൊല്ലത്തിന് പേപ്പറും കാര്യമൊന്നും നോക്കണ്ട. 2030 സെപ്റ്റംബർ വരെ പേപ്പറും കാര്യമൊക്കെ, ടയറൊക്കെ ഒരു 90% ടയർ കാര്യമൊക്കെ ഉണ്ട്. റീപ്ലേസ് കാര്യമൊന്നുമില്ല. നല്ലൊരു കിഡിലെ ഐറ്റം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 1,35,000 രൂപക്ക് പുതിയ പേപ്പർ എടുത്ത മാഗിന ഓപ്ഷൻ ഐറ്റം കാപ്പ ഇഞ്ചം വരുന്ന നല്ലൊരു കിഡിലെ വണ്ടി കേട്ടോ. ഇതെന്താ വെച്ചാല് 1 ലക്ഷം, ഒരു 1.10 വരെയൊക്കെ, 1 ലക്ഷമൊക്കെ ഗ്യാരണ്ടിയിൽ ബാങ്ക് ലോണും ചെയ്ത് കൊടുക്കട്ടോ. അപ്പൊ ഒരു ചെറിയ വേണ്ട 1.5 ലക്ഷം റുപ്യാന്റെ താഴെ ഒരു 1 ലക്ഷം റുപ്യൊക്കെ ലോൺ ചെയ്തിക്കാണ്ട് അടവിട്ടിക്കാണ്ട് ഒരു 10-35,000 റുപ്യൊക്കെ ഡൗൺ പേയ്മെന്റിൽ ചെയ്യാൻ പറ്റിയ ഒരു കിഡിലം വണ്ടിയാണ് ഐറ്റം കാപ്പ ഇഞ്ചൻ വരുന്ന വണ്ടി കേട്ടോ. അതേപോലെ തന്നെ റോഡൊക്കെ നിങ്ങളെ പെരയ്ക്ക് ചെറിയ വീതിയുള്ള റോഡാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു വണ്ടി വന്നിട്ടുണ്ട്. ഇത് എന്താ വെച്ചാൽ 3,90,000 4 ലക്ഷം റുപ്യൊക്കെ അടുത്ത് വില ഉണ്ടായതിന്റെ വണ്ടി ഇറങ്ങുമ്പോൾ ഉണ്ടായതിന്റെ വണ്ടിയാണ്. 2022 മോഡലാണ്. വെറും 20,000 കിലോമീറ്റർ മാത്രം ഓടിയ ബജാജിന്റെ ഒരു ചെറിയ വണ്ടി കേട്ടോ. ഫാമിലിക്ക് ഒരു 5 ആൾക്ക് സുഖമായിട്ട് പോകാൻ പറ്റിയ ഫാന്, സെൻട്രല് ഫാന്, സൈഡില് ഫാന് ഒക്കെ, ഫാന് കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു 35 കിലോമീറ്റർ കമ്പനി മൈലേജ് പറയുന്ന ബജാജിന്റെ ഒരു 5 ആൾക്ക് പോകട്ടോ. ചെറിയൊരു എന്നും ഡെയിലി പോയി ഒരു 5 ആൾക്ക് പോയി വരേണ്ട പരിപാടിക്കാർക്കൊക്കെയാണ് ഈ പറ്റിയ വണ്ടിയാണ്. വെറും 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മഴയും വെയിലൊന്നും കൊള്ളാതെ ചെറിയ റോഡ്, ഒരു പെരീക്ക് വല്ലണ്ടി പോവില്ല, അങ്ങനത്തെവർക്കൊക്കെ പറ്റിയൊരു വണ്ടി. 2022 മോഡലാണ്. വെറും 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ബജാജിന്റെ കമ്പനിക്ക് പുതിയ മോഡൽ വണ്ടിയാണ്. ചെക്കന്മാർക്കും വലിയവർക്കും ഫാമിലിക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ. ഇത് ഓട്ടോമാറ്റിക് ഗിയറാ വരുന്ന കേട്ടോ. ഓട്ടോമാറ്റിക് പറഞ്ഞാൽ ചെറിയ ഗിയർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി ഓട്ടാൻ വയ്യാത്തവർക്ക് ഒരൊറ്റ നേരെ ഇങ്ങനെ വലിച്ചെടുത്താൽ മതി, താഴത്തേക്കും വേക്കും. അങ്ങനത്തെ ഗിയറും കാര്യമൊക്കെ വരുന്നത്. ടയറൊക്കെ കമ്പനി വന്ന ടയറാട്ടോ. ഒരു 4 ടയർ വരെ 90-80% വരെ. വെറും 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2022 മോഡലും ഉണ്ട്. ചെറിയ വിലക്ക് കൊടുക്കട്ടെ. 1,50,000 രൂപയാണ് നമ്മൾ ചോദിക്കണേ. ഒരു 1.50 ഒക്കെ ഉണ്ട്. ഒരു ടച്ചിങ് വരെ വണ്ടിമ കയറിയിട്ടുണ്ട് കേട്ടോ. നല്ല ഒറിജിനാലിറ്റി ക്വാളിറ്റി. 2022 ഒരു വികലാംഗ ഉപയോഗിച്ചതിന്റെ വണ്ടിയാണ്. വികലാംഗന്മാർക്കൊക്കെ പറ്റിയൊരു വണ്ടിയാണ്. ചെറിയ ഓട്ടോമാറ്റിക് ഗിയർ ആവശ്യമുള്ളവർക്ക് പറ്റും. ചെറിയ ഡെയിലി സ്കൂള് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ, ചെറിയ ഫാമിലിയൊക്കെ ആയിട്ട് പോയി വരാൻ പറ്റിയൊരു, ചെറിയ ദൂരങ്ങളും ചെറിയ വയ്യാള് കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് പറ്റിയൊരു വണ്ടി കേട്ടോ. കിഡിലെ വണ്ടിയാണ്. 2000 മോഡൽ കൂടിയ 22 മോഡൽ വെറും 20,000 കിലോമീറ്റർ ഓടിയ വണ്ടി. നമ്മൾ ചെറിയ വിലക്ക് 1,50,000 രൂപക്ക് കൊടുക്കണം കേട്ടോ. അതേപോലെ തന്നെ 2012 മോഡൽ ആയിട്ടാണ് കേട്ടോ. ഇപ്പൊ ആ ഫസ്റ്റ് കാണിച്ചതിന്റെ അതേ മോഡൽ തന്നെ 2012 AC പവർ സ്റ്റാൻഡിങ് പവറിന്റെ ഒക്കെ വരുന്ന 12 മോഡൽ വണ്ടി. 1,50,000 രൂപ നമ്മൾ ചോദിക്കണം കേട്ടോ. ചെറിയ വിലകളും എല്ലാ വണ്ടിക്കും നെഗോഷ്യബിൾ ഉണ്ടാവുള്ളൂ. വലിയ പൈസകളൊന്നും നമ്മളത് കുറക്കാണ്ടാവില്ല. ഇത് നമുക്ക് നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, നല്ല ഇന്റീരിയർ, നല്ല അടിപൊളി സീറ്റ് കവർ കാര്യമൊക്കെ ഉള്ള 2012 മോഡല് ഗ്രേ കളർ ആർക്കെങ്കിലും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളി. ചെറിയ വിലക്ക് കൊടുക്കാം. 1,50,000 രൂപക്ക് ഒരു 1.25 ബാങ്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ഡിക്കി സ്പോയിലർ കാര്യമൊക്കെ ഉണ്ട്. 2012 മോഡലാണ്. നല്ലൊരു കിഡിലും വണ്ടിയാണ്. ഓക്കെ, നമ്മള് 2 വാഗണറുകളാണ് ചെയ്യണത്. ഒന്ന് ഗ്രേ കളർ 2017 സിംഗിൾ ഓണർ, ഒന്ന് വൈറ്റ് കളർ 2017 സിംഗിൾ ഓണർ. 2 നമ്മൾ ഓഫർ പ്രൈസിനാണ് കൊടുക്കുന്നത്. 3,70,000 രൂപക്ക് ഫുൾ ഓപ്ഷൻ വണ്ടികളാണ്. VXI ആണ്. നല്ല കിഡിലും വണ്ടികൾ കേട്ടോ. വാഗണർ ആണെങ്കിൽ ഇന്നലെ കയറിയിട്ടുള്ളൂ 2 വണ്ടി. ബൊലീനൊക്കെ ഇന്നലെ കയറിയിട്ടുള്ളൂ 2 വണ്ടി. അപ്പൊ ഒക്കെ പുതിയ വണ്ടികളാണ് നമ്മൾ ബസ് ചെയ്യണേ. നല്ലൊരു കിഡിലും വണ്ടിയാണ്. 2017 മോഡല് വൈറ്റ് കളർ. വീൽ കപ്പ് കാര്യങ്ങൾ, ടയറൊക്കെ ഒരു 95% ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. വീൽ കപ്പ് നമ്മൾ നാളെ ഇടും. ഇന്നിപ്പോ പോളിഷ് കഴിഞ്ഞ കയറാണ്. കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. ആകെ MBന്റെ താഴെ ഓടിയ VXI 2017 മോഡൽ കിഡിലും വണ്ടിയാണ്. നല്ല ബോഡി ഷേപ്പിലെ വണ്ടി, ഒറിജിനാലിറ്റി വണ്ടി. ആരെങ്കിലും ആവശ്യക്കാർ വാഗണറൊക്കെ ചോദിക്കുകയാണെങ്കിൽ മാക്സിമം ഫുൾ ഓൺ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ വണ്ടി കേട്ടോ. ചിലപ്പോൾ 25,000 റുപ്യൊക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ടാവുള്ളൂ. 2017 VXI സിംഗിൾ ഓണർ. ഒന്നിന്റെ താഴെ ഒരു 80 ജില്ലാനോ 70 ജില്ലാനൊക്കെ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്രൈസ് കാര്യങ്ങളൊന്നുമില്ല. ടയറൊക്കെ ഫുള്ളില്ല. നല്ലൊരു ഹൈ ക്വാളിറ്റി വണ്ടി. 3,70,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ് വിലകളൊക്കെ കേട്ടോ. നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി വാഗണർ കേട്ടോ. VXI ആണ്. കമ്പനി സ്റ്റീരിയോ, AC പവർ സ്റ്റാരിങ്, 4 ഡോർ വിൻഡോ, സെൻട്രൽ ലോക്ക് കാര്യങ്ങൾ, സെക്കൻഡ് ചാവി ഒക്കെ അല്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കിഡിലും വൈറ്റ് വണ്ടി ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ
അതേപോലെ തന്നെ 2017 ഗ്രേ കളറാണ്, ഒരു കിടിലം വണ്ടിയാണ്. ഇത് വാഗണർ സിംഗിളാണ്. വാഗണർ ഇറങ്ങുമ്പോൾ 1,00,000 റുപ്യൊക്കെ മാർക്കറ്റ് എയറുള്ള വണ്ടിയാണ്. വിൽക്കുമ്പോൾ ഏകദേശം സെയിം മാർക്കറ്റേ വരുള്ളൂ. ഇതെന്താ വെച്ചാൽ അലോയ് എയർ ബാഗ് ഒക്കെ അഡീഷണൽ വരുന്നുണ്ട്. 2017 സിംഗിൾ ഓണർ, റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കമ്പനി സ്റ്റീരിയോ കാര്യങ്ങൾ. ഇത് മുന്നിൽ ഫ്രണ്ടിൽ ഡ്രൈവർ ഭാഗത്ത് ഒരു എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരും കേട്ടോ. നല്ല കമ്പനി സെറ്റ് കാര്യങ്ങളൊക്കെ. ഇത് ലിമിറ്റഡ് എഡീഷൻ വണ്ടിയാ വരിക. അത് പിന്നെ കുറഞ്ഞ വ്യത്യാസങ്ങൾ മാർക്കറ്റിന് വരും. അലോയ് കമ്പനി വരും. ബാക്ക് വൈപ്പർ ലൈറ്റുകളൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാവും. കേൽപ്പത്തിൽ മലപ്പുറം രജിസ്ട്രേഷൻ വണ്ടിയാണ്. സിംഗിൾ ഓണറാണ്. 1,00,000 താഴെ കിലോമീറ്റർ. കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ അല്ലേ. കേൽപ്പത്ത് വേണമെങ്കിൽ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ. കറക്റ്റ് ഉള്ള വണ്ടിയാണ്. നമുക്ക് ഇതും 3,75,000 രൂപയാണ് ചോദിക്കണേ. വൈറ്റ് ആണെങ്കിൽ വൈറ്റ് ഉണ്ട്, ഗ്രേ വണ്ടികൾക്ക് ഗ്രേ ഉണ്ട്. മാക്സിമം ഇതിമൊക്കെ ചിലപ്പോ 3.25 തന്നെ ലോണും കയറും കേട്ടോ. മോഡൽ ഉണ്ടാവുകൊണ്ട് 2017 ഉണ്ടാവുകൊണ്ട് ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു 25,000 റുപ്യൊക്കെ ഡൗൺ പേയ്മെന്റ് ചെയ്യാണ്ടുള്ളൂ. നല്ലൊരു ക്വാളിറ്റിക്കാരൻ വാഗണർ ആരെങ്കിലും ചോദിക്കൊണ്ട് ഇതൊന്നും നമ്മളെ പുതിയ വീഡിയോയിലും പഴയ വീഡിയോയിലും ഒന്നും ഇല്ലാത്ത വണ്ടികളാട്ടോ. ഫസ്റ്റ് കയറിയ വണ്ടിയാണ്. 2017 VXI 1ന്റെ താഴെ സിംഗിൾ ഓണർ 3,75,000 റുപ്യ മാക്സിമം ലോണ്. അതേപോലെ തന്നെ ഒരു കിഡിനോ അൾട്ടോ പുതിയ കയറിയിട്ടുണ്ട്. 2019 മോഡൽ സിംഗിൾ ഓണർ, റീപ്രൈസ് കാര്യമൊന്നും ഇല്ലാത്ത 1ന്റെ താഴെ കുറഞ്ഞ കിലോമീറ്റർ ഓടിയ 2019 B6 വണ്ടി കേട്ടോ. ഇത് പുതിയ മോഡലാണ്. എയർ ബാഗ് ABS ഒക്കെ വരുന്ന നല്ല കിടിലം സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. കമ്പനി എയർ ബാഗ് ഫ്രണ്ടിലൊന്ന് വരും. എയർ ബാഗ് കാര്യം കമ്പനി സെറ്റ്, AC, പവർ സ്റ്റാരിങ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് എല്ലാം വരുന്ന കിടിലം വണ്ടിയാണ്. ഫ്രണ്ടൊക്കെ ന്യൂ മോഡലിൽ വരുന്ന ഹെഡ്ലൈറ്റ് ബമ്പറൊക്കെ ന്യൂ മോഡൽ. ഇപ്പൊ ഇറങ്ങുന്ന മോഡൽ അൾട്ടണ്ണൂറാണ്. 2019 മോഡല് 2,90,000 രൂപക്ക് മാക്സിമം ഒരു 20,000 റുപ്യൊക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ബാക്കി ഫുൾ ഓണ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ വണ്ടി കേട്ടോ. ഏകദേശം ഫുൾ ഓണ് ട്രാക്കിലേക്ക് കയറും. ഇല്ലെങ്കിൽ ഒരു 20 റുപ്യ 10 റുപ്യ ഒക്കെ ഡൗൺ പേയ്മെന്റ് മുടക്കിയാൽ മതി. നല്ലൊരു കിടിലം വണ്ടി കേട്ടോ. അതേപോലെ തന്നെ ഷിഫ്റ്റ് ആരെങ്കിലും ന്യൂ മോഡല്, അതായത് സെക്കൻഡ് ഓപ്ഷനിൽ ഷിഫ്റ്റ്, ഈ മോഡൽ എല്ലാവരും ചോദിക്കുന്ന ഒരു വണ്ടിയാണ്. 2011 12 1-ാം മാസം വണ്ടിയാണ്. റീപ്ലേസ് കാര്യമൊന്നുമില്ലാത്ത ഒരു കിഡിലും ഷിഫ്റ്റ് ആരെങ്കിലും ചോദിക്കൊണ്ടേ VDI ആണ്. AC, പവർ സ്റ്റാരിങ്, പവർ വിൻഡോ, 4 ഡോർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്ന മിറർ അഡ്ജസ്റ്റ്, 4 ഡോർ വിൻഡോ, AC, നല്ല ഇന്റീരിയറൊക്കെ നല്ല വൃത്തിയുള്ള ഒരു ഷിഫ്റ്റ് ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ 2011 മോഡൽ 12 1-ാം മാസം മലപ്പുറം രജിസ്ട്രേഷനിൽ VDI വണ്ടി. നല്ലൊരു കിഡിലും ഷിഫ്റ്റ് പഴയ മോഡൽ ചോദിക്കൊണ്ടേക്ക് വന്നോളി. ടയറൊക്കെ ഒരു 80% ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. റീപ്ലേസ് കാര്യമൊന്നുമില്ല. കറക്റ്റ് സർവീസ് ഹിസ്റ്ററി ഒക്കെ അല്ല. 1ന്റെ മുകളിൽ ചെറിയ ഓട്ടോ, 1.5ന്റെ താഴെ ഓടിയ നല്ലൊരു കിഡിലും ഷിഫ്റ്റ് ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 1.5 റുപ്യൊക്കെ ലോണും ബാങ്ക് ലോണും ചെയ്ത് കൊടുക്കാം അല്ലേ. 2 ലക്ഷം റുപ്യ നിങ്ങൾക്ക് ട്രാക്ക് ഉണ്ടെങ്കിൽ ലോണ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയൊരു ന്യൂ മോഡല്. അതായത് പഴയതല്ല, അതിന്റെ സെക്കൻഡ് മോഡല്. ബ്രേക്ക് ലൈറ്റ്, ഹെഡ് ലൈറ്റ് ഒക്കെ നല്ല ന്യൂ മോഡൽ, പുതിയ ലൈറ്റും കാര്യങ്ങളൊക്കെ അല്ലേ. നല്ല കിടിലം വണ്ടി കേട്ടോ. 2012 1-ാം മാസം വണ്ടി നമുക്ക് 2,75,000 രൂപക്ക് കൊടുക്കട്ടെ. 2,75,000 മാക്സിമം 2 ലക്ഷം റുപ്യ ലോണൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. അതേപോലെ തന്നെ കുറെ ടീം ചോദിക്കണ ഓമിനിന്റെ റഷീദാക്ക സെയിൽസുകാർക്കൊക്കെ വണ്ടി പറ്റിയൊരു കിഡില 2016 മോഡല് നല്ലൊരു കിഡില ഓമിനി വന്നിട്ടുണ്ട്. ആരെങ്കിലും ചെറിയ സെയിൽസ്, വീട്ടിലത്തെ ആവശ്യങ്ങൾ, ലോഡ് കൊണ്ടുപോകാൻ, സാധനം കൊണ്ടുപോകാൻ, അങ്ങനത്തെ ഉണ്ടെങ്കിൽ പറ്റിയൊരു വണ്ടിയാണ്. മാക്സിമം നമുക്കൊരു 20-30 റുപ്യൊക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ബാങ്ക് ലോൺ 2 ലക്ഷം രൂപന്റെ താഴെ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. അതും മോഡൽ കൂടിയ വണ്ടി. 2016 മോഡല്. ചോദ്യം നമ്മൾ 1,80,000 രൂപക്ക് നമുക്ക് കൊടുക്കട്ടോ. സീറ്റ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയില്ല കാര്യങ്ങളൊക്കെ നല്ല 2016 മോഡലും ഉണ്ട്. നല്ലൊരു കിടിലം വണ്ടിയാണ്. റീപ്ലേസ് കാര്യമൊന്നുമില്ല. നല്ല സാധനങ്ങളും കൊണ്ടുപോകാൻ, ആൾക്കാരെ കയറ്റി ഒക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു കിടിലം വണ്ടി കേട്ടോ. 2016 മോഡല് ഓമിനി നമ്മൾ ചോദിക്കുന്നത് 1,80,000 രൂപ. മാക്സിമം ഒരു 1.5 റുപ്യൊക്കെ ബാങ്ക് ലോണൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ വണ്ടി കേട്ടോ. ഇതേ മോഡൽ തന്നെ ഇനി 1.5ന്റെ താഴെ വണ്ടി നാളെ വരാണ്ട്. 2013 മോഡലാണ് ഒമിനി. അപ്പൊ നിങ്ങൾ ഒമിനിക്ക് ആരെങ്കിലും ആൾക്കാർ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചോളി. നമുക്ക് മാക്സിമം ലോണ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കട്ടോ. ഒന്ന് കട്ടാക്കിയ പരിചയപ്പെടുത്താൻ വേണ്ട ഇപ്പൊ ചൂട് കൊടുക്കണ കയറുന്ന ഒരു അൾട്ടോ കേട്ടോ. നല്ല ബ്ലാക്ക് അഡീഷൻ, നല്ല കിഡിലെ ഒരു അൾട്ടോ ആരെങ്കിലും ഉദ്ദേശിക്കൊണ്ടേ
നേരെ വന്നോളി. നല്ല ഒറിജിനാലിറ്റി വണ്ടി, ഒന്നിന്റെ താഴെ കറക്റ്റ് സർവീസ് ഒക്കെ അല്ല, നല്ല ബോഡി ഷേപ്പ് ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഒറിജിനാലിറ്റി ഡോർ വൈസറ്, നല്ല അടിപൊളി സീറ്റ് കവർ ഒക്കെ അല്ല, നല്ല സെറ്റ് കാര്യങ്ങളൊക്കെ നല്ലൊരു കിടിലം ആൾട്ടോ. ഇന്റീരിയലൊക്കെ നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. 90 ചില്ലാനും കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ് കാര്യമൊന്നുമില്ല. നല്ല കിടിലം ആൾട്ടോ വന്നിട്ടുണ്ട്. ആരെങ്കിലും ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പുതിയ റിന്യൂവൽ നമ്മൾ ചെയ്തിട്ട് വേണമെങ്കിൽ 5 കൊല്ലം പേപ്പർ എടുത്തുകാണ്ട് നമ്മൾ കൊടുക്കും കേട്ടോ. ടാക്സ് അടക്കും, പിന്നെ ബ്രേക്ക് എടുക്കും, ഓലെ റിന്യൂവലൊക്കെ എടുത്തിട്ട് നല്ല കിഡിലൊരു അൾട്ടോ വന്നിട്ടുണ്ട്. ഡിക്കി സ്പോയിലർ ഫുള്ള് ഫിറ്റിങ്സ് കാര്യമൊക്കെ അല്ല, ബ്ലാക്ക് അഡീഷൻ വണ്ടിയാണ്. നല്ല ഒറിജിനാലിറ്റി നല്ല സ്റ്റീലിന്റെ കാര്യങ്ങൾ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അത്യാവശ്യം ടയറ് കാര്യമൊക്കെ ഒരു 70-60% ടയറ് കാര്യമൊക്കെ ഉണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നല്ല സെൻട്രൽ ലോക്ക്, 2 സെക്കൻഡ് ചാവി കാര്യങ്ങളൊക്കെ നല്ലൊരു കിഡിൽ അൾട്ടോ ഇപ്പൊ വന്നിട്ടുള്ളൂ. പോളിഷ് പരിപാടിയൊക്കെ ചെയ്തിട്ട് ആരെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മള് ഇതിന്റെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പുതിയ നോക്കാം, സെറ്റ് കാര്യങ്ങളൊക്കെ കുടുക്കിയിട്ടുണ്ട്. ഇതിന്റെ റിന്യൂവൽ വരുന്ന ഇപ്പൊ എന്ന് വെച്ചാല് ഇതേതാ 26 ജൂലൈ ആട്ടോ. അപ്പൊ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ. അപ്പൊ നമ്മൾ പുതിയ പേപ്പർ എടുത്ത് കാണാൻ തരും. ഇപ്പൊ നിങ്ങൾക്ക് നാളെ വണ്ടി എടുക്കുകയാണെങ്കിൽ നാളെ നിങ്ങളെ പേരിൽ മാറ്റലും റിന്യൂവലും കൂടി ടാക്സും ഒക്കെ അടച്ചുകാണ്ടാണ് നമ്മൾ ഈ വില തന്നെ. റീപ്ലേസ് കാര്യമൊന്നുമില്ല. 1,33,000 റുപ്യക്ക് പുതിയ 5 കൊല്ലം പേപ്പർ എടുത്തിട്ട് 2013 മോഡല് ഇന്റർറൂം കാര്യമൊക്കെ നല്ല വൃത്തിയില്ല കിടിലം വണ്ടിയാണ്. റീപ്ലേസ് കാര്യമൊന്നുമില്ല. ബ്ലാക്ക് അഡീഷൻ എല്ലാവരും ചോദിക്കണാണ്, ബ്ലാക്ക് വണ്ടി ഏതെങ്കിലും അൾട്ടോ ഒക്കെ ഉണ്ടോന്ന് ചോദിച്ചു. നല്ല ഒറിജിനാലിറ്റി വണ്ടി കേട്ടോ. റീപ്ലേസ് പാനല് കാര്യം ഒന്നും മാറിയിട്ടില്ല. നല്ല പക്ക വണ്ടിയാണ്, കണ്ടീഷൻ വണ്ടി. 2011 ലാസ്റ്റ് വണ്ടി, പുതിയ പേപ്പർ എടുത്തുകാണ്ട് ഇന്ന് നിങ്ങൾ നാളെ എടുക്കുകയാണെങ്കിൽ നാളെ തൊട്ട് 5 കൊല്ലം പേപ്പറില്ല വണ്ടി കേട്ടോ. 1,33,000 റുപ്യ ചോദിക്കണേ. ചെറിയ വില നെഗോഷ്യബിൾ ഉണ്ടാവുള്ളൂ. എന്താ വെച്ചാൽ ടാക്സ് 9,000 ചില്ലാനം റുപ്യ ടാക്സ് അടക്കണം. അത് നമ്മൾ അടച്ചു തരാണ്. റിന്യൂവൽ പുതിയ 2,500 റുപ്യ റിന്യൂവലിന് വരും. അത് നമ്മൾ അടച്ചു തരാണ്. ഒക്കെപ്പാട് എടുത്തിട്ടാണ് നമ്മൾ ആ വില പറയുന്നത്. 1,33,000 റുപ്യ ഓഫറാണ്. നമ്മള് എല്ലാ വണ്ടികളും പുതിയ വണ്ടികളാട്ടോ. അപ്പൊ നിങ്ങൾ വന്നോളി. ഏത് വണ്ടി, കുറെ വണ്ടികൾ ചെറുവണ്ടി ഉണ്ട് കേട്ടോ. നമ്മൾ കുറഞ്ഞ വണ്ടികൾ മാത്രമേ ഫസ്റ്റ് വീഡിയോയിൽ എടുക്കണുള്ളൂ. ഇതിന്റെ സെക്കൻഡ് പാർട്ട് നാളെ മറ്റന്നാളൊക്കെ ഇറങ്ങാണ്ടാവും. അപ്പൊ അതില് കുറെ വണ്ടികളുണ്ട്. ക്രൂസൊക്കെ വേണമെങ്കിൽ 2000 ക്രൂസൊക്കെ ഉണ്ട്. അടുത്ത നമ്മള് നല്ലൊരു കിടിലം വണ്ടി കേട്ടോ. ആരെങ്കിലും ടെസ്റ്റർ ചോദിക്കൊണ്ടേ കറക്റ്റ് കമ്പനി ഹിസ്റ്ററി സർവീസ് ഒക്കെ അല്ലേ. KL 54 77 90 91 വണ്ടി നമ്പറൊക്കെ വരുന്ന ഹിസ്റ്ററി ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളി. കറക്റ്റ് സർവീസ് 1,02,000 കിലോമീറ്റർ ഓടിയ. റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. നല്ല കിഡിലം ടയറൊക്കെ ഒരു 90% ടയർ, അലോയി കാര്യങ്ങളൊക്കെ വരുന്ന ഒരു കിഡിലം വണ്ടിയാണ്. ഇതിന്റെ ഇന്റീരിയൽ കാര്യങ്ങളൊക്കെ സെൻട്രൽ ലോക്ക് ആക്കിയാണ്. വേണമെങ്കിൽ തുറന്ന് കാണിച്ചു തരാം. നിങ്ങൾ ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ വിളിച്ചോളി, നമ്മൾ വിട്ടുതരും. 2013-14 റേസറില്ല ബാക്ക് വൈപ്പർ കാര്യങ്ങളൊക്കെ വരുന്നത് നല്ലൊരു കിടിലം വണ്ടിയാണ്. ഇത് RXL ആട്ടോ വണ്ടിന്റെ ഓപ്ഷൻ വരുന്നത്. TDI RXL ടെസ്റ്റർ വണ്ടി. ടെസ്റ്ററിന്റെ ടയർ ബാക്കിലൊക്കെ 90% ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. കറക്റ്റ് കമ്പനി ഹിസ്റ്ററി ഇല്ല വണ്ടി. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നല്ല ഇന്റീരിയൽ കാര്യങ്ങൾ, നല്ല സ്പേസ് കാര്യമൊക്കെ വണ്ടി. ഇത് നമ്മൾ ചോദിക്കണ 3,75,000 രൂപ കിട്ടും. മാക്സിമം ലോണ് കാര്യങ്ങളൊക്കെ ചെയ്യാം. 2013-14 റേസറില്ല വണ്ടി കേട്ടോ. നല്ലൊരു കിഡിലം വണ്ടിയാണ്. നമുക്കൊരു 3,500 റുപ്യൊക്കെ ലോണും ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയ ഷിഫ്റ്റിന്റെ കായ്ക്ക് 2013-14 വണ്ടി കൊടുക്കാം. 3,75 ചോദ്യം. നമുക്ക് നെഗോഷ്യബിൾ പാർട്ടി പാർക്കിംഗ് സെല്ലിന് ഇട്ടാണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടി കേട്ടോ. നല്ലൊരു കിഡിലം വണ്ടി. ഒരു സഡാൻ ടൈപ്പ് ലക്ഷറി വണ്ടി ചെറിയ ടീമിന് ചെറിയ വിലക്ക് 4,00,000 റുപ്യാന്റെ താഴേക്ക് വേണമെങ്കിൽ നേരെ പോന്നോളി. അല്ല ഏത് വണ്ടി, കുറെ വണ്ടികളുണ്ട്. അപ്പുറത്തൊക്കെ അൾട്ടോ, ഗുൾട്ടോ, വാഗണർ, ഇയോണകളൊക്കെ വേറെ ഉണ്ട്. നമ്മൾ കുറഞ്ഞ വണ്ടികളെ ഇതിൽ എടുക്കണുള്ളൂ. ഇതിന്റെ സെക്കൻഡ് പാർട്ട് ആയിട്ട് രണ്ടാമത്തെ എടുക്കും. ഓക്കെ, അപ്പൊ നമ്മള് രണ്ടാമത്തെ യാർഡിക്ക് വന്നിക്കാണ്. കുറഞ്ഞ വണ്ടികൾ ഇവിടെയും കൂടി ഉണ്ട്. അപ്പൊ നമ്മള് ഫസ്റ്റ് നമ്മൾ ഇതിൽ നിന്നൊരു 3 വണ്ടിയും കൂടി നമ്മളിപ്പോ ചെയ്യണുള്ളൂ. മറ്റേ സെക്കൻഡ് പാർട്ടിലുണ്ടാവും. അപ്പൊ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നെക്കിക്കോളി. അപ്പോഴേ നിങ്ങൾക്ക് നമ്മളെ മറ്റേ വീഡിയോയും കൂടി നമുക്ക് കിട്ടുള്ളൂ. നല്ല അടിപൊളി വീഡിയോ ഒക്കെ നിങ്ങൾ എവിടെ നമ്മളെ വിലയും വേറെ ഒരു 2-3 യാർഡിലൊക്കെ നോക്കിയിട്ട് നമ്മളെ വിലക്ക് പാകണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വിളിച്ചാൽ മതി. കമന്റിൽ പല പ്രശ്നങ്ങളും നിങ്ങൾ കേൾക്കുന്നുണ്ടാവും, പലരും പറയുണ്ടാവും. പക്ഷെ നമ്മളെത്തുന്ന വണ്ടി കൊണ്ടുപോയാൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ എഴുതിക്കൊള്ളി. റഷ്യാക്കാരൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുപോയത് മോശമാണ്. അല്ല, കൊണ്ടുപോയ ടീമുകൾ മാത്രമേ നമ്മളെ അടുത്തേക്ക് വരുന്നുള്ളൂ.
വണ്ടി കൊണ്ടുപോയി ചെക്കിങ് പരിപാടി നിങ്ങൾക്ക് ഇനി വേണ്ട. ഇവിടുന്ന് ഒരു പൈസ നിങ്ങൾ തരണ്ട. വണ്ടി നേരെ ആധാർ കാർഡ് തന്നുകാണ്ട് നിങ്ങളെ നാട്ടിൽ കൊണ്ടുപോയി ഏത് വണ്ടി വേണേലും കൊണ്ടുപോയി ചെക്ക് ചെയ്യട്ടോ. നിങ്ങൾക്ക് അവസരമുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഒക്കെ ചുറ്റുഭാഗത്ത് വർഷാപ്പാളുണ്ട്. അവിടെ ഒരു 10, 200, 100 ഉറുപ്പ്യ കൊടുത്താല് നമ്മക്ക് വണ്ടിനെ പറ്റി ഒന്നും അറിയില്ല കാക്ക, ഞങ്ങൾ ഈ ഇവരെ വർത്താനം കേട്ട് പോന്നതാണ് പറഞ്ഞിക്കാണ്ട് നിങ്ങൾ ചെക്ക് ചെയ്തോളി. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഓലും ഓക്കെ നമുക്ക് വണ്ടിനെ പറ്റിയതൊന്നും അറിയില്ല, നിങ്ങളൊന്നും ഇതിനെ പറ്റി എന്തെങ്കിലും അറിയുക, നമുക്ക് അറിയാത്തോണ്ട് നമ്മൾ വന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നിങ്ങൾ അറിയാത്ത മാതിരി നമ്മളെ അടുത്തുനിന്ന് അടുത്തെന്ന് പറയണ്ട, നേരെ കൊണ്ടുപോയിട്ട് ഇവിടെ ഒരു പാർട്ടിന്റെ അടുത്തുനിന്ന് എടുത്ത് വരികയാണ്. വണ്ടി എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തന്നെ എടുക്കാനാണ് പറഞ്ഞ് വർക്ക്ഷോപ്പ് കൊണ്ടുപോയി ഇവിടെ നോക്കിയതിന്റെ ശേഷം നിങ്ങളെ നാട്ടിലും നിങ്ങൾ കൊണ്ടുപോയി നോക്കിക്കോളി. എന്നിട്ട് നിങ്ങളെ പേരിന്ന് നമ്മൾ വണ്ടി മാറുള്ളൂ. പിന്നെ വണ്ടി നമ്മൾ കൊണ്ടുപോകാത്തത് കുറെ അതാണ് ഇതാണ് ഒക്കെ പറ്റിച്ചാണ്, കളങ്കാണ്, ആനയാണ്, ചേനയാണ് എന്ന് പറയണ്ട. നിങ്ങൾ ഏത് വണ്ടി വേണമെങ്കിലും നിങ്ങൾ ചെക്ക് ചെയ്യുക, വർക്ക്ഷോപ്പിൽ നോക്കിച്ചാ ഓക്കെ എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ പേരിന് മാറുള്ളൂ. പിന്നെ നമ്മൾ കാണാത്ത എന്തെങ്കിലും ചെറിയ 1000, 500 കേസ് നമ്മൾ എല്ലാ വണ്ടിയുമേയും പറയുന്നുണ്ട്. നമ്മൾ കാണാത്ത എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും. മേജർ ഇഞ്ചൻ മണി, ഫ്ലഡ്, ടോട്ടലസ് അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ വണ്ടിന്റെ പൈസ അതേമാതിരി റിട്ടേൺ തരും. പിന്നെ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കല്ലേ, ഒരു 2 റുപ്യ 3 റുപ്യന്റെ പണിയൊക്കെ ചിലപ്പോൾ നമ്മൾ കാണാത്ത വേസിലൊക്കെ ഉണ്ടാവും. അത് ഇല്ലാന്ന് പറയില്ല. നമ്മൾ ഇവിടേക്ക് കയറ്റിനോട് കൂടി നമ്മൾ എല്ലാ പണിയും കഴിച്ചിട്ട് നമ്മൾ കേൾക്കണോ അറിയണോ ഒക്കെ നിർത്തിയിട്ടേ നമ്മൾ ചെയ്യണുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ നാട്ടിലും കൊണ്ടുപോയി നോക്കാം. പൈസ തരുന്നതിന് പൈസ അന്ന് കൊണ്ടുപോകുകയാണെങ്കിൽ നിങ്ങൾ ഓക്കെ പറഞ്ഞതിന്റെ ശേഷം മാറുള്ളൂ. പിന്നെ നമ്മൾ പിന്നെ വണ്ടിക്ക് പിന്നീട് എന്തെങ്കിലും ഒന്നും വരുന്നത് നമ്മള് വരൂല എന്നൊന്നും പറയില്ല. നമ്മൾ എല്ലാരോടും ഇപ്പൊ എന്താ പറയുന്നത്, ചെക്ക് ചെയ്ത് നോക്കിക്കോളി, നിങ്ങളെ നാട്ടിൽ കൊണ്ടുപോയി നോക്കിക്കോളി. അപ്പൊ എന്തെങ്കിലും പണി കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങളോട് വില പറയുന്നതിൽ ആ പൈസ കുറച്ച് തരും. അല്ലെങ്കിൽ വലിയ നമുക്ക് തരാൻ കഴിയാത്ത പൈസ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഒക്കൂല, നിങ്ങളെ പൈസ കൊണ്ടുപോയിക്കോളി അറിയും. പിന്നെ എന്നേലും 5, 6 മാസം 2 മാസം 3 മാസം കഴിഞ്ഞിട്ട് അതേനും അതിപ്പോ സെക്കൻഡ് ഹാൻഡ് വണ്ടിക്ക് നമ്മൾ സ്വാഭാവിക ഇതുവരെ ഒന്നും വന്നിട്ടൊന്നുമില്ല. അങ്ങനത്തെ 1, 2 വണ്ടിക്കൊക്കെ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും ചെയ്യാം. പക്ഷെ നമ്മളെ അടുത്ത് നിന്ന് കൊണ്ടുപോയാല് ഇപ്പൊ കണ്ടമാനം ടീമോ 10 വണ്ടി 4 വണ്ടി 8 വണ്ടിയൊക്കെ ഓരോരുത്തരെ കസ്റ്റമറായിട്ടും വന്ന് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനത്തെ പോലെ എന്തെങ്കിലും കംപ്ലൈന്റ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പറയും. ഇല്ലാതെ വീഡിയോയില് കുറെ അതാണ് ഇതാണ് ഓല് പറ്റിച്ചാണ് മറിച്ചാണ് അങ്ങനെ നമ്മൾ ഇതില്ല. നമ്മളെല്ലാ വണ്ടിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കൊണ്ടുപോയി. അപ്പൊ അടുത്ത് നമ്മൾ ഇനി കുറെ പറഞ്ഞ് വേർപ്പിച്ചിട്ടുണ്ട്. അടുത്ത് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന നല്ലൊരു ഡീസൽ വണ്ടിയാണ്. ഒരു ഫാമിലിക്കൊക്കെ ഒന്നിച്ച് പോകാന്, ഒരു സെയിൽസിന് എല്ലാം മഴ ഇതൊന്നും കൊണ്ടുപോകാതെ ഒരു 10-35 കിലോമീറ്റർ ഡീസലിന് മാക്സിമം ഒരു 30 കിലോമീറ്റർ ഒക്കെ എങ്ങനെയാലും ഗ്യാരണ്ടിയിൽ മൈലേജ് കിട്ടണ ടാറ്റന്റെ ഒരു ഫാമിലി നല്ല കട്ട സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത നല്ലൊരു കിടിലം വണ്ടി കേട്ടോ. നല്ല എന്റെ കാറിന്റെ ബാക്കിൽ സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണേ, മറ്റേ തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല. നല്ലൊരു ടാറ്റന്റെ ചെറിയ വെള്ളിമൂങ്ങാന്ന് അറിയും ചിലയിടത്ത്, നമ്മളോടൊക്കെ വെള്ളിമൂങ്ങാന്ന് അതിന് പറയാം. ചിലയിടത്ത് ഇതിന് ടാറ്റന്റെ ഐറൈച്ചോ ടാറ്റന്റെ അത് 2013 മോഡലാണ്. ടാക്സിയിലല്ല, പ്രൈവറ്റ് വണ്ടിയാണ്, കമ്പനി പ്രൈവറ്റ് വണ്ടി. റീപ്ലേസ് കാര്യമൊന്നുമില്ല. നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടണ ഒരു ഏകദേശം ഒരു 30-35 ഉള്ളിൽ ഡീസലിന് മൈലേജ് കിട്ടും. ഫാമിലി ഒരു 5-6 ആൾക്ക് പോവുകയും ചെയ്യാം. എല്ലാ സാധനങ്ങളും സെയിൽസ് പരിപാടിക്കാർക്കൊക്കെ പറ്റിയ വണ്ടിയാണ്. ഈ ചെറിയ സെയിൽസ് സാധനമൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ നല്ല തുണിയും കുപ്പായങ്ങളും സെയിൽസ്, അല്ലെങ്കിൽ അരിപ്പൊടി മറ്റേ മറിച്ച് അങ്ങനത്തെ പറ്റിയൊരു ഫാമിലിക്ക് ഓടും ചെയ്താൽ സാധനം ഇറക്കി വെച്ചാൽ അങ്ങനത്തെ ഒരു വണ്ടിയാണിത്. ഇത് നമ്മൾ ചോദിക്കണത് 1,35,000 രൂപയാണ് നമ്മൾ ചോദിക്കണത്. 1,35 2013 35 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഡീസൽ വണ്ടി, ചെറിയ റോഡ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും പറ്റിയൊരു വണ്ടിയാണ്. ഇന്ന് ഓട്ടോറിക്ഷന്റെ പൈസക്ക് ഓടും ചെയ്യാൻ വണ്ടികൾക്ക്. ചെറിയ ടാക്സി ആക്കി ഓടണമെങ്കിൽ അങ്ങനെ ഓടുക, പ്രൈവറ്റ് ആക്കി ഓടണമെങ്കിൽ അങ്ങനെ. അതേപോലെ തന്നെ 2016 മോഡല് ഒരു സഡാൻ ടൈപ്പ് വണ്ടി കേട്ടോ, ഫിഗോ വണ്ടി. സഡാൻ ടൈപ്പ് ആരെങ്കിലും ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയി. പെട്രോളാണ്, AC, പവർ സ്റ്റാരിങ്, പവർ വിൻഡോ, 4 ഡോറ് വിൻഡോ കാര്യങ്ങള്, സ്റ്റാരിങ് കൺട്രോള് ഒക്കെ ഉള്ള വണ്ടിയാണ് ഇത്. നമുക്ക് ഫുൾ ഓണിൽ കൊടുക്കട്ടെ. ചെറിയൊരു 2-2.5 ഉള്ളിലുള്ള ഒരു വണ്ടി ചോദിക്കുകയാണെങ്കിൽ നല്ലൊരു പറ്റിയ മോഡൽ കൂടിയ വണ്ടി കേട്ടോ. അത്യാവശ്യം സ്പേസ് കാര്യമൊക്കെ ഉണ്ട്. സഡാൻ ടൈപ്പ് വണ്ടി നമുക്കിത് ചെറിയ വിലക്ക് കൊടുക്കട്ടോ. 2,25,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഓണിൽ കൊടുക്കട്ടോ. ഉറുപ്പ്യ മുടക്കാതെ 2.5 ലക്ഷം റുപ്യക്ക് ഒരു സഡാൻ ടൈപ്പ് വണ്ടി ആണെങ്കിൽ കൊണ്ടുപോയിക്കോളി. ഇത് ചെറിയ ഫ്ലഡ് ഹിസ്റ്ററി ഇല്ലാണ്, ഇല്ലത് പറയുന്ന ഒരാളാണ്. ഇത് ഫ്ലഡ് ഹിസ്റ്ററിയിൽ കാര്യം ഫുള്ള് നെറൊന്നും മൂടിയ വണ്ടിയല്ല. നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ തന്നെ അറിയാം. ഫ്ലാറ്റ് ലെവൽ ഫസ്റ്റ് കാറ്റഗറി, അതായത്
2018 ഫ്ലാറ്റ് ലെവലിന് വെള്ളം കയറിയ വണ്ടിയാന്നാ പറയുന്നത്. ഹിസ്റ്ററിയിലില്ല, പക്ഷെ നമ്മൾ വേറെ ചെക്കിങ് ചെയ്തപ്പോൾ അത് പറഞ്ഞതാണ്. അപ്പൊ ഇത് അങ്ങനത്തെ ഉപയോഗിക്കുന്നവർക്ക് നിങ്ങൾക്ക് വർക്ക്ഷോപ്പിൽ ഒക്കെ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എടുത്താൽ മതി. നമ്മൾ ഫുള്ള് കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. പിന്നെ 2018 നമ്മൾ പറഞ്ഞിക്കാണ്ട് ഹിസ്റ്ററിയിൽ അറിഞ്ഞതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. നമ്മളിത് എടുക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരുന്നില്ല. പിന്നെ വേറെ വർക്ക്ഷോപ്പിൽ പോയപ്പോഴാണ് നമ്മൾ ഇത് അറിഞ്ഞത്. ഇത് ചെറിയ ഫ്ലഡ് കാറ്റഗറി ഉണ്ട്. അപ്പൊ നമ്മളത് പറഞ്ഞുകൊണ്ടാണ് കൊടുക്കണേ. 2016 അല്ലാതെ ഇത് ചെറിയൊരു അൾട്ടണ്ണൂറിന്റെ പൈസക്കാണ് കൊടുക്കണേ. 2016 ഒരു അൾട്ടണ്ണൂറും കൂടി ഈ റേറ്റിന് കിട്ടൂല. അപ്പൊ 2,25,000 രൂപക്ക് ഫുള്ള് ലോണില് 2016 ഫോർഡ് ഫിഗോ ഫോർഡ് പുതിയ മോഡൽ ആസ്പിയർ വണ്ടി, സഡാൻ ടൈപ്പ് വണ്ടി കൊടുക്കട്ടെ. ഫോർഡിന്റെ വണ്ടിയാണ്. അപ്പൊ അതേപോലെ തന്നെ ആരെങ്കിലും പിന്നെ CNG വാഗണർ കൊണ്ടുപോയിക്കോളി. നല്ലൊരു അടിപൊളി 2012 മോഡൽ CNG വാഗണർ ആണ്. കോഫി കളറാണ്. 110 ഓട്ടോ, റീപ്ലേസ് കാര്യമൊന്നും ഇല്ലാത്ത, പെട്രോളും പോകാം ഗ്യാസിലും പോകാം. നല്ല ഓട്ടോയിലൊക്കെ പറ്റും. വലിയ പെട്രോളിന്റെ അത്ര വലിയ ഇങ്ങോട്ട് ഗ്യാസിൽ കിട്ടൂല എന്നുള്ളൂ. അങ്ങനത്തെ ചെറിയ ടീമിനൊക്കെ ആണെങ്കിൽ VXI വണ്ടി ലോങ് ഒക്കെ പോകുമ്പോൾ നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ പെട്രോളിലാണെങ്കിൽ പെട്രോളും പോകാം. അങ്ങനത്തെ പറ്റിയ ഒരു VXI വണ്ടി കേട്ടോ. 2016 മോഡലാണ്, അല്ല 2012 മോഡലാണ്. ഒക്കെപ്പാടെ പറയുമ്പോ ബാക്കിലാണ് ഇതിന്റെ സ്റ്റെപ്പിന് കാര്യങ്ങളും പിന്നെ ഇതിന്റെ ഗ്യാസ് ഒക്കെ വരിക കേട്ടോ. വേണമെങ്കിൽ കാണിച്ചു തരാം, അവിടുന്ന് വീഡിയോ എടുത്താൽ മതി. ഇതിന്റെ CNGന്റെ കിറ്റ് ഇവിടെ വരുന്നുണ്ട്. CNG കിറ്റ് കാര്യങ്ങളൊക്കെ ബാക്ക് തുറക്കാം. അവിടെ മതിലാവുകൊണ്ട് തുറക്കാൻ ഗ്യാപ്പില്ലാത്തോണ്ടാ. നിങ്ങൾ ഇതിന്റെ എല്ലാ ഫോട്ടോ ഡീറ്റെയിലും ഫോട്ടോയും കാര്യങ്ങളൊക്കെ ബാക്ക് വൈഫറൊക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ. VXI ആണ്. 4 ഡോറ്, വിൻഡോ, AC, പവർ സ്റ്റാരിങ് ഒക്കെ വരുന്ന വണ്ടി കേട്ടോ. ഇതൊക്കെ ഒന്നും നമ്മളിപ്പോ ഈ ചെയ്യുന്ന വണ്ടി ഒന്നും ഒരു വീഡിയോയിലും ഇല്ലാത്ത പുത്തൻ വണ്ടികളാട്ടോ. നിങ്ങൾ വന്നിട്ട് നമ്മൾ ചെയ്ത വണ്ടികളൊന്നും ഇതിന്റെ മുന്നത്തെ വീഡിയോയിലുണ്ടായി. ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ മൈക്കില് തീരെ സൗണ്ട് ഇല്ല. അപ്പൊ നമ്മളൊരു 14,000 ആള് കണ്ടപ്പത്തിന് കമന്റ് കണ്ടേക്കിന് നമ്മൾ എന്തോ ഒഴിവാക്കി. ഇപ്പൊ 4,000 റുപ്യേനെ മൈക്കൊക്കെ വാങ്ങി പുതിയത് നമ്മൾ ചെയ്യണം. നല്ല അടിപൊളി വീഡിയോ ആക്കാരം. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം മറക്കണ്ട. നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നല്ല ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടി വരുന്നുള്ളൂ. നമ്മളെ വീഡിയോ ഒക്കെ കൊണ്ടുപോയാൽ തന്നെ വീണ്ടും വരികയാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. നല്ല അടിപൊളി വീഡിയോ കാരണം. ഇനി ഇതിന്റെ സെക്കൻഡ് പാർട്ട് നാളെ മറ്റന്നാളെ ബാക്കിയും കൂടി നമ്മൾ ഇന്ന് ചെയ്തിട്ടേ നമ്മൾ പോണുള്ളൂ. അപ്പൊ 7 സീറ്റർ വണ്ടികൾ നാളെയും മറ്റന്നാളൊക്കെ കുറെ വണ്ടി കയറാണ്ട് കേട്ടോ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏത് വണ്ടി ഉണ്ടെങ്കിലും വിളിച്ചോളി. കാര്യമായിട്ട് ചെറുവണ്ടികളാണ് നമ്മളെ അടുത്തുള്ളത്. അപ്പൊ നമ്മളെ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരിന്ന് 5 കിലോമീറ്റർ, മലപ്പുറത്ത് നിന്ന് 5 കിലോമീറ്റർ, ആനക്കൻ സൗദിപ്പടി ലൊക്കേഷൻ പറയാം. മലപ്പുറം മോട്ടോഴ്സ് ആട്ടോ. 2 ഭാഗത്തും യാർഡുണ്ട്. അപ്പുറത്തും യാർഡാണ്, അവിടെയും വണ്ടി ഉണ്ടാവും, കുറെ വണ്ടികള് ഇവിടെയും വണ്ടി. ബസ് സ്റ്റോപ്പ് ഇവിടെ തന്നെ വരുന്നത്. നിങ്ങൾക്ക് സൗദിപ്പടി എന്ന് പറഞ്ഞാല് മഞ്ചേരിന്നും മലപ്പുറത്തുനിന്ന് എവിടുന്ന് വരികയാണെങ്കിലും ഇവിടുന്ന് ഇങ്ങോട്ട് നടക്കാനുള്ളൂ. ഒരു 10 അടി വെച്ചാൽ നമ്മളെ ബസ് സ്റ്റോപ്പാ. അപ്പൊ സൗദിപ്പടി വന്നാല് നമ്മളെ വണ്ടികളൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പൊ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. കുറെ ചെറുവണ്ടികൾ ഇഷ്ടം പോലെ നാളെയും മറ്റന്നാളൊക്കെ കയറാണ്ട്. നിങ്ങൾ ഏത് വണ്ടിക്ക് വേണമെങ്കിലും വിളിച്ചോളി. 2-3-4 നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ ലൊക്കേഷന്, കാറ്റലോഗ്, വണ്ടിന്റെ ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ തരും. ഏതെങ്കിലും നിങ്ങൾക്ക് ആരെങ്കിലും ഒന്ന് അയച്ചു തരൂല്ലെങ്കിൽ 563 എൻ്റെ നമ്പർ. പക്ഷെ നമുക്ക് ഈ വർക്ക്ഷോപ്പ് കൂടി മണ്ടലും വണ്ടി എടുക്കലും വീഡിയോ ചെയ്യലും ഒക്കെ പാടാകുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ചെറിയ ഗതികേടുകളുണ്ടാവും. എന്നാലും നമ്മളില്ല ഗ്യാപ്പിനനുസരിച്ച് വിടും. നിങ്ങൾ വോയിസ് വിട്ടുവച്ചാൽ മതി. നമ്മൾ ഒഴിവിനനുസരിച്ച് അതിന്റെ വീഡിയോ ഫോട്ടോ ഒക്കെ വിടും. അപ്പൊ നല്ല ജെന്നുകള്, ചെറുവണ്ടി, ആൾട്ടോകള്, ബീറ്റുകള്, പിന്നെ കുറെ വണ്ടികളുണ്ട്. ഈക്കോ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒക്കെ കുറെ വണ്ടി അവിടെ എടുക്കാത്തത് കൊണ്ട് നമ്മൾ കുറഞ്ഞ വണ്ടികൾ മാത്രമേ പുതിയത് എടുത്തിട്ടുള്ളൂ. നിങ്ങൾ പുതിയ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ നമ്മള് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ തന്നെ മറ്റന്നാൾ ഇതിന്റെ വീഡിയോകൾ ഇങ്ങനെ മാറി വരും. ഇനിയിപ്പോ ഇന്ന് തന്നെ 3 വണ്ടി പുതിയത് കയറാണ്ട്, നാളെ 2 വണ്ടി കയറാണ്ട്. അപ്പൊ അങ്ങനെ കയറിക്കൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പറ്റണ ഗ്യാപ്പില്ലുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിക്കാം. നിങ്ങൾ കുറെ ആൾക്കാർ വിളിക്കുമ്പോഴത്തേന് ഞാനത് പോയി അറിയാം. അപ്പൊ നിങ്ങൾ വേഗം നോക്കിയാലേ നമുക്ക് വേഗം കാണാൻ പറ്റുള്ളൂ. അപ്പൊ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞത് ഒന്ന് നെക്കി കൊടുക്കാം. ഓക്കെ.